ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കുഞ്ഞു ബോക്സുകൾ കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ്. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വാങ്ങണമെങ്കിൽ ഒരുപാട് ക്യാഷ് ചിലവാകും. അപ്പോൾ കുറച്ച് ഗ്ലൂ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഡിസൈനുള്ള തുണിസഞ്ചിയും കൂടിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞു കാർഡ്ബോർഡ് ബോക്സ് എടുത്തതിന് ശേഷം അത് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇതുപോലെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ രണ്ട് സൈഡിലും ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി മറ്റേ ബോക്സും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ഒരു ബോക്സ് മാത്രം മതിയേ ഇത് ചെയ്തെടുക്കാൻ. എനിക്ക് ഇത് രണ്ടെണ്ണം വേണം, അതുകൊണ്ടാണ് ഈ രണ്ട് ബോക്സുകൾ വെച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഡിസൈനുള്ള രണ്ട് തുണിസഞ്ചി പീസുകളാണ്. ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ പാൽ സ്റ്റിക്കറോ അല്ലെങ്കിൽ കളർ പേപ്പറോ നല്ല ഡിസൈനുള്ള തുണി പീസുകളോ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി ഈ തുണിസഞ്ചിയുടെ പീസുകൾ കൊണ്ട് ഓരോ കാർഡ്ബോർഡ് ബോക്സിനെയും കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അളവിനനുസരിച്ച് ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ രണ്ട് കളർ തുണിസഞ്ചി കൊണ്ടാണ് രണ്ട് ബോക്സുകളും ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ച് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ ബോക്സും കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇതുപോലെ രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ഒരു സൈഡിൽ കുറച്ച് തുണിസഞ്ചി ഇല്ലാതെയും അതുപോലെ നീറ്റ്നെസ് ഇല്ലാതെയും ഇരിക്കുന്നുണ്ട്. അത് സാരമില്ല, ലാസ്റ്റ് നമുക്ക് അവിടെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ആ സൈഡിലെ അളവിന് അനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. രണ്ട് ബോക്സുകളും ഒരേ അളവായതുകൊണ്ട് ഒരേ അളവിനുള്ള രണ്ട് പീസ് പേപ്പറുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ക്യാഷ് കുടുക്കയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് 1000 രൂപയുടെ മണി ബോക്സുകളാണ്. അതുകൊണ്ട് വൈറ്റ് പേപ്പറിൽ ലാസ്റ്റ് നമ്മൾ കൂട്ടി വരുമ്പോൾ 1000 രൂപ വരുന്ന ലെവലിന് ഇതുപോലെ എഴുതി കൊടുക്കാം. അങ്ങനെ രണ്ട് പേപ്പറുകൾ എഴുതിയെടുത്തിട്ടുണ്ട്. 5 രൂപ മുതൽ 100 രൂപ വരെയുള്ള നോട്ടാണ് എഴുതി കൊടുത്തത്. 5, 10, 20, 50 അങ്ങനെയാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി 2000-ൻ്റെയോ 5000-ൻ്റെയോ മണി ബോക്സാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ഇതുപോലെ നോട്ടുകളുടെ എണ്ണം എഴുതുമ്പോൾ കുറച്ചും കൂടി റിപ്പീറ്റ് ചെയ്തോ അല്ലെങ്കിൽ കുറച്ച് 200-ൻ്റെ നോട്ടുകളോ അല്ലെങ്കിൽ 500-ൻ്റെ നോട്ടുകളോ ഒക്കെ എഴുതി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒരു ഹോള് ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടിയാണ് നമുക്ക് പൈസകൾ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടി തിരിച്ച് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഞ്ഞു ഹോളായിരിക്കണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ പൈസ നമുക്ക് മടക്കി ഇട്ട് കൊടുക്കാനും പറ്റണം. ഇതുപോലെ തന്നെ രണ്ട് ബോക്സുകൾക്കും ഹോൾ ഇട്ട് കൊടുക്കാനുള്ളത്. അങ്ങനെ നമ്മുടെ മണി ബോക്സ് റെഡി ആയിട്ടുണ്ട്.
എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയാണ് 2 ബോക്സുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഹോളിൽ കൂടി പൈസ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പേപ്പറിൽ എഴുതി കൊടുത്ത ആ അക്കങ്ങളുണ്ടല്ലോ, അതിൽ നമ്മൾ ഇട്ട് കൊടുത്ത പൈസയുടെ അക്കം ഇതുപോലെ വെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് 5 രൂപയാണ്. അപ്പോൾ ആ 5 എന്ന അക്കം ഇതുപോലെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി 50 രൂപ ഇടുകയാണെങ്കിൽ 50 വെട്ടിക്കൊടുക്കാം, 100 ആണെങ്കിൽ 100 വെട്ടിക്കൊടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാം വെട്ടിത്തീരുമ്പോൾ ഈ ബോക്സിൽ 1000 രൂപ കാണും. അപ്പോൾ നമുക്ക് ഈ ബോക്സ് തുറന്ന് ആ പൈസ എടുക്കാം. കുഞ്ഞു മക്കൾക്കൊക്കെ ഈ 1000 രൂപയുടെ ബോക്സാണ് നല്ലത്. അവർക്കുള്ള കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ആ പൈസ എടുക്കുമ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും യൂസ്ഫുൾ ആണ്. കുറച്ചും കൂടി എമൗണ്ട് ഉള്ള മണി ബോക്സ് ആണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇതിൽ നിന്ന് എടുക്കാനും പറ്റും. ഇത് വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.